നമസ്കാരം. പടക്കപ്പലുകൾ ഇറാന്റെ തീരത്ത് തീഗോളം തീർത്തിരിക്കുന്നു. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ മിസൈലുകൾ തൊടുത്തു തുറന്നു. പശ്ചിമേഷ്യയിൽ ആശങ്ക പടർത്തിക്കൊണ്ടാണ് അമേരിക്കൻ നാവിക വ്യൂഹങ്ങളൊക്കെ ഇങ്ങനെ പേർഷ്യൻ ഗൾഫ് മേഖലകളിലേക്ക് അടുക്കുന്നത്. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലും അനുബന്ധ കപ്പലുകളുമൊക്കെ പശ്ചിമേഷ്യൻ തീരത്ത് എത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ അടക്കം വരുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷഭരിതമായിട്ടുള്ള ഭീതി ഉണർത്തിക്കൊണ്ട് അമേരിക്കൻ നാവികസേനയുടെ ശക്തമായിട്ടുള്ള നീക്കം നടക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ആർമഡ സൈനിക വ്യൂഹം എന്ന് പറയപ്പെടുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ പേർഷ്യൻ ഗൾഫ് രാജ്യത്തിലേക്ക് നീങ്ങുകയാണ്. അമേരിക്ക ഇറാൻ സൈനിക ഏറ്റുമുട്ടൽ സാധ്യത ശക്തമായിരിക്കുകയാണ്. മേഖലയിൽ ഇത്തരത്തിലുള്ള സാഹചര്യം അതീവ ജാഗ്രതയോടുകൂടിയാണ് നിരീക്ഷിക്കപ്പെടുന്നത് ലോകം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങുന്ന നാവിക വ്യൂഹത്തിൽ വിമാനവാഹിനി കപ്പലായിട്ടുള്ള എബ്രഹാം ലിങ്കൺ, ടോമാഹോക്ക് മിസൈലുകൾ വഹിക്കുന്ന 3 ഡിസ്ട്രോയറുകൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്ന സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മലാക്ക കടലിടുക്കിലൂടെ സഞ്ചരിച്ച ശേഷം പേർഷ്യൻ ഗൾഫിലേക്കാണ് വ്യൂഹത്തിന്റെ നീക്കം എന്ന് പറയപ്പെടുന്നത്. നിലവിൽ ഇത് ആൻഡമാൻ കടലിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതിനു പുറമെയാണ് 1 ഡസനോളം വരുന്ന F-15E യുദ്ധവിമാനങ്ങളെയും അമേരിക്ക ആ മേഖലയിലേക്ക് വിന്യസിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ നീക്കങ്ങൾക്ക് മറുപടിയായിട്ട് ഇറാൻ ശക്തമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഭീഷണികൾക്ക് മുന്നിൽ പ്രതിരോധം തകരില്ലെന്ന് ഇറാൻ പലവട്ടം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, രാജ്യത്തിന്റെ സൈന്യം എന്ന് പറയപ്പെടുന്നത് അതീവ ജാഗ്രതയിലാണ് എന്ന്, മോശമായിട്ടുള്ള സാഹചര്യങ്ങൾ നേരിടുവാൻ പൂർണ്ണ സജ്ജത കൈവരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇറാൻ അധികൃതർ അടക്കം അറിയിക്കുന്നത്. എപ്പോൾ യുദ്ധം പുറപ്പെട്ടാലും തിരിച്ചടി അപ്പോൾ തന്നെ കൊടുക്കുമെന്നുള്ളതാണ് ഇറാന്റെ ഒരു കണക്കുകൂട്ടൽ എന്ന് പറയപ്പെടുന്നത്. ഡൊണാൾഡ് ട്രംപ് മേഖലയിൽ അമേരിക്കയുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നതിനോ ഇറാനെ ആക്രമിക്കുവാനോ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം നടത്തുന്നത് എന്നുള്ളതാണ് സൂചന. US സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡിന്റെ കീഴിലുള്ള മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS എബ്രഹാം ലിങ്കണും നിരവധി ഗൈഡ് മിസൈൽ ഡിസ്ട്രോയറുകളും പ്രവേശിച്ചതായിട്ട് തന്നെയാണ് അവിടുത്തെ നിരീക്ഷണ ഉദ്യോഗസ്ഥരടക്കം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ ഒരു വലിയ പടക്കപ്പൽ നിര, ആ നിര തന്നെ ഇറാന് നേരെ നീങ്ങുകയാണ്. ഇറാനിലെ പ്രതിഷേധങ്ങൾക്കെതിരെയുള്ള അടിച്ചമർത്തലുകളെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അത് വർദ്ധിച്ച സാഹചര്യത്തിൽ ഈ മാസം ആദ്യം ഏഷ്യ പസഫിക് മേഖലയിൽ നിന്നാണ് ഈ യുദ്ധക്കപ്പലുകൾ പുറപ്പെട്ടത്. പ്രതിഷേധക്കാരെ കൊല്ലുന്നത് ഇറാൻ തുടരുകയാണ് എങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് തന്നെ ട്രംപ് വീണ്ടും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എങ്കിലും രാജ്യവ്യാപകമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇപ്പോഴും ശമിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ല. കൊലപാതകങ്ങൾ കുറഞ്ഞു വരികയാണ് എന്നും തടവുകാരെ വധിക്കുവാനുള്ള പദ്ധതികൾ നിലവിലില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കാരണം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവിടെ നിന്ന് ലഭിക്കുവാനുള്ള സാധ്യതയില്ല. കാരണം അവിടെയൊക്കെ ഈ പറയുന്ന പോലെ നെറ്റ് സംവിധാനങ്ങളൊന്നും കൃത്യമായിട്ട് ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതൊക്കെ നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ സംഘർഷാവസ്ഥ നിലനിൽക്കുമ്പോൾ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് US സൈന്യം മുമ്പും ഇതുപോലെ മിഡിൽ ഈസ്റ്റിലേക്ക് സേനയെ അയച്ചിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം ജൂണിൽ ഇറാന്റെ ആണവ പദ്ധതിക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾക്ക് മുന്നോടിയായിട്ട് വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം അമേരിക്ക നടത്തിയിരുന്നു. വിമാനവാഹിനി കപ്പലുകൾക്കും യുദ്ധക്കപ്പലുകൾക്കും പുറമെ ഫൈറ്റർ ജെറ്റുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ പെന്റഗൺ പശ്ചിമേഷ്യയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തങ്ങളുടെ പോരാട്ട വീര്യം പ്രകടിപ്പിക്കുന്നതിനായിട്ട് മേഖലയിൽ സൈനികാഭ്യാസം നടത്തുമെന്ന് കഴിഞ്ഞ വാരാന്ത്യത്തിൽ തന്നെ US സൈന്യം പ്രഖ്യാപിക്കുകയും അതിന്റെ കാഴ്ചകൾ നടത്തുകയും ചെയ്തു വരികയാണ്. അങ്ങനെ മിസൈൽ ആക്രമണങ്ങൾ അടക്കമുള്ളവ, ബോംബാക്രമണങ്ങൾ അടക്കമുള്ളവ നടത്തുന്നതിൽ സുസജ്ജരാണ് എന്നുള്ള ഒരു അറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതേസമയം ഏതൊരു ആക്രമണത്തെയും തങ്ങൾക്കെതിരെയുള്ള പൂർണ്ണമായിട്ടുള്ള യുദ്ധമായിട്ട് തന്നെ കണക്കാക്കുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇറാന് നേരെയുള്ള സൈനിക നടപടികൾക്കായിട്ട് തങ്ങളുടെ വ്യോമാതിർത്തിയോ അല്ലെങ്കിൽ ടെറിട്ടറിയോ സമുദ്രപരിധിയോ ഉപയോഗിക്കുവാൻ അനുവദിക്കില്ല എന്നതിനോടൊപ്പം തന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. UAEയുടെ തലസ്ഥാനമായിട്ടുള്ള അബുദാബിക്ക് തെക്ക് സ്ഥിതി ചെയ്യുന്ന അൽ ദാഫ്ര എയർബേസ് എന്ന് പറയപ്പെടുന്നത് ഈ US വ്യോമസേനയുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരിക്കെ UAEയുടെ ഈ നിലപാട് വളരെ ശ്രദ്ധേയമാണ്. കാരണം ഒരു യുദ്ധം തുടങ്ങുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇറാന് നേരെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടികൾക്കായിട്ട് തങ്ങളുടെ വ്യോമാതിർത്തിയോ ടെറിട്ടറിയോ സമുദ്രപരിധിയോ ഒന്നും ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നുള്ള UAEയുടെ തീരുമാനം, ആ തീരുമാനത്തിൽ സത്യത്തിൽ ട്രംപ് തകർന്നു പോയിട്ടുണ്ട്. മാത്രമല്ല, അവിടെ വളരെ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇവിടെ കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് ഇറാനിൽ തുടരുന്ന ഇന്റർനെറ്റ് നിരോധനം, മാത്രമല്ല ഈ രാജ്യത്തെ ബിസിനസ് മേഖലയെ തകർക്കുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നു. പക്ഷെ ഇതിന്റെ യഥാർത്ഥ ചിത്രം എന്താണ് എന്ന് ആർക്കും അറിയില്ല. കാരണം നമ്മുടെ വലിയ പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുവാൻ അധികാരികൾ കടുത്ത നടപടികൾ സ്വീകരിച്ചതിനെ തുടർന്നാണ് ഇന്റർനെറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ വിച്ഛേദിച്ചത്. ഇത് നേരത്തെ തന്നെ വലിയ പ്രതിസന്ധിയിലായിരുന്ന ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ അടക്കം കൂടുതൽ ഇപ്പോൾ തളർത്തിയിട്ടുണ്ട്. ജനുവരി 8 മുതൽ ഇറാൻ ഇന്റർനെറ്റ് തടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമുള്ള ഏറ്റവും രക്തരൂക്ഷിതമായ അടിച്ചമർത്തലുകൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളതാണ്. ആഗോള ഇന്റർനെറ്റ് ശൃംഖലയുമായിട്ടുള്ള ബന്ധം അത് എപ്പോൾ പുനഃസ്ഥാപിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. US ആസ്ഥാനമായിട്ടുള്ള മനുഷ്യാവകാശ സംഘടനയായിട്ടുള്ള ഈ
HRANA കണക്കനുസരിച്ചാണെങ്കിൽ സംഘർഷങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 5848 ഉയർന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിനകത്ത് ഏകദേശം 209 വരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം മരണസംഖ്യ 3117 എന്നാണ് പറയപ്പെടുന്നത്. പുറം ലോകവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട് ഇറാന്റെ ആഭ്യന്തര ശൃംഖല വഴി ഗവൺമെന്റ് വെബ്സൈറ്റുകൾ, സ്കൂൾ ഇന്റർനെറ്റുകൾ തുടങ്ങിയവയിലേക്ക് പരിമിതമായിട്ടുള്ള പ്രവേശനം അനുവദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല, ആഗോള ഇന്റർനെറ്റ് ഇനിയും പുനഃസ്ഥാപിച്ചിട്ടില്ല ഇറാനിൽ. പല ബിസിനസ് പ്രവർത്തനങ്ങൾക്കായിട്ടും ആഗോള ഇന്റർനെറ്റിനെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഇന്റർനെറ്റ് ഇല്ല. അപ്പോൾ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിൽ 10 ദശലക്ഷം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് എന്നും ഇന്റർനെറ്റ് നിരോധനം അവരെ ബാധിക്കുമെന്നും കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി അടക്കമുള്ളവർ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംവിധാനത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യവുമാണ്. അപ്പോൾ അധികൃതരുടെ നിലപാടുകൾ ആഴ്ചകൾ നീണ്ട പ്രതിഷേധങ്ങൾക്ക് ശേഷം തെരുവുകളിൽ സമാധാനം തിരിച്ചെത്തി എന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിലും പക്ഷേ പ്രതിഷേധം തുടരുകയാണ്. ഡിജിറ്റൽ ഐസൊലേഷൻ എപ്പോൾ അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ലാതെ തുടരുന്നത് അവിടുത്തെ സാമ്പത്തിക വളർച്ചയെ തന്നെ ഇല്ലാതാക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്റർനെറ്റ് പൂർണ്ണമായിട്ട് പുനഃസ്ഥാപിക്കാൻ സുരക്ഷാ ഏജൻസികൾ നിർദ്ദേശം നൽകി എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴും അവിടുത്തെ ബിസിനസ് അല്ലെങ്കിൽ വ്യാപാരികൾ ഇതിനകത്ത് സംതൃപ്തരല്ല എന്നുള്ളതാണ്. ഇതിനിടെയാണ് സംഘർഷ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വ്യക്തമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിക്കുന്നു. ഇറാനെതിരായിട്ടുള്ള ഏതൊരു സൈനിക നടപടിക്കും സ്വന്തം എയർ സ്പേസ് അനുവദിക്കില്ല എന്ന് UAE അറിയിക്കുന്നു. മാത്രമല്ല, സമുദ്രാതിർത്തികളും കരഭാഗവും ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുവാൻ അനുവദിക്കില്ല എന്നുള്ള തരത്തിലേക്ക് UAE കൂടി എത്തപ്പെടുമ്പോൾ യുദ്ധ നടപടികൾക്ക് ഒരു തരത്തിലുള്ള സഹായവും നൽകില്ല എന്ന് UAE കൂടി വ്യക്തമാക്കുമ്പോൾ മേഖലയിലെ സംഘർഷങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളൊന്നും UAEയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത്. പക്ഷെ ആ സർക്കാരിന്റെ വാദങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഇറാനെ ഭയന്നുകൊണ്ടാണ്. ഇറാൻ ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക? അപ്പൊ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളോ പടക്കപ്പലുകളോ മിസൈലുകളോ തൊടുത്തുവിട്ട് ആക്രമണമുണ്ടായി അമേരിക്ക വലിയ ആക്രമണത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇറാൻ ആദ്യം തകർക്കാൻ പോകുന്നത് UAE പോലുള്ള, ഖത്തർ പോലുള്ള, ഒമാൻ പോലുള്ള, ഇസ്രായേൽ പോലുള്ള ഇടങ്ങളിലായിരിക്കും ആദ്യത്തെ മിസൈലുകൾ വീഴ്ത്തുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതിൽ ഭയന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയോട് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുവാൻ UAEക്ക് കഴിഞ്ഞിരിക്കുന്നത്. കാരണം സംഘർഷ സാധ്യത ഉണ്ട്. പക്ഷെ അവിടെ ഇറാനെതിരായിട്ട് യാതൊരു തരത്തിലുള്ള സൈനിക നടപടിക്കും സ്വന്തം എയർ സ്പേസ് അനുവദിക്കില്ല എന്നുള്ള UAEയുടെ തീരുമാനം അത് അക്ഷരാർത്ഥത്തിൽ ട്രംപിനെ ഞെട്ടിക്കുന്നതാണ് എങ്കിലും പക്ഷെ അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കണക്കുകൂട്ടലിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കുന്നതാണ്. കാരണം അങ്ങനെയാണ് അവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അമേരിക്കൻ തീരങ്ങളിൽ നിന്ന് ഈ പടക്കപ്പലുകൾ ഇറാന്റെ തീരത്തേക്ക് എത്തുന്നു. അവിടെ ഏത് സമയം വേണമെങ്കിലും തീഗോളം തീർക്കുന്ന തരത്തിലുള്ള ബോംബ് വർഷങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. മിസൈൽ തൊടുത്ത് വിട്ടുകൊണ്ട് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഉണരാൻ പോകുന്നു. അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു രാജ്യങ്ങൾ അവരുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ കുറച്ചുകൂടി ശക്തമാക്കുമെന്നുള്ളതിന്റെ തെളിവാണ് UAE ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മാത്രമല്ല, യുദ്ധം തുടങ്ങുവാനുള്ള സമയം എപ്പോഴാണ് എന്ന് പറയാൻ കഴിയില്ല എന്നൊരു തരത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ഏത് നിമിഷം വേണമെങ്കിലും അത്തരത്തിലൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടും പേർഷ്യൻ രാജ്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.